നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ആഘോഷ നിറവിലാണ് ലോകം. പാതിരാ കുർബാനകളുടെ ധന്യതയിൽ ആഘോഷമേളമൊരുങ്ങി. പുൽക്കൂടികളുടെ വർണ്ണചാരുതയിൽ ദീപാലങ്കൃതമാണ് രാജ്യമാകെ. ക്രിസ്തുദേവന് സ്തുതിഗീതങ്ങൾ പാടി ആഘോഷ ആരവ കൊടുമുടിയേറും. ഈ സുന്ദര നിമിഷത്തിൽ വീണയൻ ന്യൂസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പരസ്യദാതാക്കൾക്കും സ്നേഹബന്ധുക്കൾക്കും ഏറ്റവും ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. തലക്കെട്ടുകളിലേക്ക് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ലോക നന്മയിലേക്ക് ജാലകം തുറന്ന് ആഘോഷത്തിന്റെ സുന്ദര രാവുകൾ ജനതയ്ക്ക് സമ്മാനിച്ച് വീണ്ടും യേശുദേവന്റെ പിറന്നാൾ ക്രിസ്മസ് വന്നെത്തി. ആഘോഷത്തിന്റെ അലമാലകളാണ് ലോകമെങ്ങും. പതിരാ കുർബാനകളുടെ ഐശ്വര്യ പുണ്യത്തിൽ തിളക്കമുള്ള നക്ഷത്ര കൂടാരമായി ഈ ലോകം. കേക്ക് മുറിച്ചും വിതരണം ചെയ്തും കരോൾ ഗാനങ്ങൾ ഉച്ചത്തിലാലപിച്ചും നന്മയും വസന്തവും തീർക്കുന്നു ജനത. മതേതരത്വത്തിന്റെ ആഘോഷരാവാണ് ലോകത്തിന് ക്രിസ്മസ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അമ്പലപുരം പോപ്പ് പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ടും പോപ്പ് ജോൺ പോൾ പീസ് ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ ചാലിശ്ശേരിയും നൽകുന്ന ക്രിസ്മസ് സന്ദേശം. വീണയൻ ന്യൂസ്. വടക്കാഞ്ചേരി അതിന്റെ ചരിത്രത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച നത്താലെ ഫെസ്റ്റ് നഗരത്തെ പാപ്പാക്കടലാക്കി. വ്യാപാരി വ്യവസായി സമൂഹം, സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന ദേവാലയം എന്നിവയുടെ നേതൃത്വത്തിൽ കൂട്ടായ്മയുടെ ആഘോഷം. കരോൾ ഘോഷയാത്ര വിസ്മയ ദൃശ്യങ്ങളായി. വാദ്യമേള ഘോഷങ്ങളോടൊപ്പം ചുവടുവെച്ച് പാപ്പമാർ. നഗരത്തിന് മതിവരാ കാഴ്ച. നിശ്ചല ദൃശ്യങ്ങൾ സുന്ദര ചന്തമായി. ക്രിസ്മസ് സംഗമത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനവും ഡയാലിസിസ് രോഗികൾക്ക് വടക്കാഞ്ചേരി ഫൊറോന മാതൃവേദിയുടെ സാമ്പത്തിക സഹായം വിതരണം ചെയ്തു. തലപ്പള്ളി താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ പുനർനവം ദ്വിദിന സഹവാസ ക്യാമ്പ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. കുന്നുംകുളം ACP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടന്നു. വാഹനാപകടങ്ങളും നവമാധ്യമ ചൂഷണങ്ങളും എന്ന വിഷയത്തിലെ ക്ലാസ് കുട്ടിക്കൂട്ടത്തിന് മികച്ച അനുഭവമായി. കുട്ടികളുടെ കലാപരിപാടികൾ ആഘോഷ കൊടുമുടിയേറി. ക്രിസ്മസ് ആഘോഷത്തിനിടയിലും തൃശൂർ നഗരത്തിൽ നിന്ന് വേദനാജനകമായ വാർത്ത. എരിഞ്ഞേരി അങ്ങാടിയിൽ അമ്മയെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പല്ലൻ വീട്ടിൽ 75-കാരി മെറീന
മകൻ 50-കാരൻ പ്രവീൺ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മേഖല ദുർഗന്ധപൂരിതമായതിനെ തുടർന്ന് നടന്ന പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടത്. ഒരാഴ്ചത്തെ പഴക്കമുണ്ടെന്ന് നിഗമനം. ഡൽഹിയിൽ ബിഷപ്പുമാർക്കൊപ്പമുള്ള പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് നാടകമായിരുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രോപോലീത്ത യൂഹന്നാൻ മാർ മിലിത്തിയോസ്. സംസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിലുണ്ടായ ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രൂക്ഷ വിമർശനം. ഒരിടത്ത് പ്രധാനമന്ത്രി പുൽക്കൂട് വണങ്ങുന്നു, പാലക്കാട് പുൽക്കൂട് നശിപ്പിക്കുന്നു എന്ന് ഫേസ്ബുക്ക് കുറിപ്പ്. ബിഷപ്പിന്റേത് വ്യക്തിപരമായ പരാമർശങ്ങളെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ. തങ്ങൾ ക്ഷണിച്ചത് BJP നേതാവിനെയല്ലെന്നും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയാണെന്നും CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്. ആയിരത്തിലേറെ അമ്മമാർ ഒരേ താളത്തിൽ ആലപിച്ച ക്രിസ്മസ് കരോൾ ഗാനത്തിന് ലോക റെക്കോർഡ്. വേലൂർ ഫൊറോനയ്ക്ക് കീഴിലെ 17 ദേവാലയങ്ങളിലെയും അമ്മമാർ അണിനിരുന്നത് മാതൃവേദിയുടെ നേതൃത്വത്തിൽ. 1000 കുട്ടികൾ ചേർന്നൊരുക്കിയ ക്രിസ്മസ് ക്രിബും ചരിത്രത്തിൽ ഇടം നേടി. ഉദ്ഘാടനം ചെയ്തത് ഭിന്നശേഷിക്കാരിയായ മോട്ടിവേഷൻ സ്പീക്കർ എറണാകുളം സ്വദേശിനി ജിലുമോൾ. ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് ഫാദർ ഡേവിസ് ചിറമൽ ഏറ്റുവാങ്ങി. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ വധശിക്ഷ ലഭിച്ച പ്രതി അമീറുൽ ഇസ്ലാമിന്റെ മനോനിലയിൽ ഒരു കുഴപ്പവുമില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ബോർഡ് തയ്യാറാക്കിയ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് തയ്യാറാക്കിയ സ്വഭാവ സർട്ടിഫിക്കറ്റും കൈമാറി. 2016 ഏപ്രിൽ 26-നാണ് നിയമവിദ്യാർത്ഥി ജിഷയെ മൃഗീയമായി കൊലപ്പെടുത്തിയത്. അമീറുൽ ഇസ്ലാം പിടിയിലായത് ജൂൺ 16-ന്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. ഹലോ ഗെയ്സ്, അറിഞ്ഞില്ലേ? യൂട്യൂബർ മണവാളൻ കുരുക്കിലേക്ക്. തൃശൂരിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന 2 വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മുഹമ്മദ് ഷഹീൻ ഷാ എന്ന മണവാളനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. തൃശൂർ വെസ്റ്റ് പോലീസിന്റേതാണ് നോട്ടീസ്. കേരളവർമ്മ കോളേജിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുടെ പേരിലാണ് മണവാളന്റെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘം ആക്രമണം അഴിച്ചുവിട്ടത്. ശബരിമല സന്നിധാനത്ത് പരിഭ്രാന്തിയും ആശങ്കയും സൃഷ്ടിച്ച് വട്ടമിട്ട് പറന്ന് ഹെലികോപ്റ്റർ. ആശങ്കാ നിമിഷങ്ങൾക്കുള്ളിൽ ആശ്വാസ വാർത്ത. നടന്നത് മോക്ക് ഡ്രിൽ. ശബരിമല 26-ന് അടച്ചിടുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതം. ദേവസ്വം ബോർഡ് സൈബർ സെല്ലിൽ പരാതി നൽകി. ശബരീശ സന്നിധിയിലേക്ക് ഭക്തജനങ്ങളുടെ പ്രവാഹം. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരുടെ സംസ്ഥാന സർക്കാരിന് ശത്രുതാ മനോഭാവമെന്ന് KPCC സെക്രട്ടറി A പ്രസാദ്. വനഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ്. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മച്ചാട് വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി. ആളിക്കത്തി പ്രതിഷേധം. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം പരിസരത്തെ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. വഴിയോര കച്ചവടക്കാർ തമ്മിൽ സംഘർഷം പതിവാകുന്നു. ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ദൃശ്യങ്ങൾ വീണയൻ ന്യൂസിനെ. ക്ഷേത്രമോഷ്ടാവ് പോലീസ് പിടിയിൽ. അസം സ്വദേശി 24-കാരൻ ജിഹിറുൽ ഇസ്ലാമാണ് പിടിയിലായത്.